ബംഗളൂരു പരപ്പന അഗ്രഹാര ജയിലിൽ തീവ്രവാദ കേസിൽ തടവിൽ കഴിയുന്ന തടിയൻ ഡവിഡ നസീർ ഉൾപ്പെടെയുള്ള തീവ്രവാദികൾക്ക് അനധികൃതമായി സഹായം നൽകിയത് പോലീസ് ഉദ്യോഗസ്ഥനും ഡോക്ടറും ഉൾപ്പെടെയുള്ളവർ. ഇതുമായി ബന്ധപ്പെട്ട് 3 പേരെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, കുപ്രസിദ്ധ കുറ്റവാളിയാണ് തടിയൻ ഡവിഡ നസീർ. നസീറിന് എന്ത് സഹായമാണ് ഈ ഡോക്ടറും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥനും ചെയ്തു കൊടുത്തത്? ചെയ്തു കൊടുത്ത സഹായം അനിൽ നമ്പ്യാർ പറഞ്ഞാൽ ഭയങ്കര രസമാണ്, ബഹുരസമാണ്. കാരണം അവർ ചെയ്തു കൊടുത്തത് മറ്റുള്ള തടവുകാരെ മതമൗലികവാദികളാക്കാനും തീവ്രവാദികളാക്കാനുമുള്ള സഹായമാണ് ചെയ്തു കൊടുത്തത്. അതാണ് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് ഭരണത്തിൽ 2023 ഈ പരപ്പന അഗ്രഹാര ജയിലിൽ നടക്കുകയുണ്ടായത്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോയാൽ ആ ജയിലിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ നാഗരാജ്, ASI ചാൻ പാഷ, അതോടൊപ്പം തന്നെ തീവ്രവാദ കേസിൽ പ്രതിയായി ഒളിവിൽ കഴിയുന്ന യുവാവിൻ്റെ മാതാവ് അനീസ ഫാത്തിമ എന്നിവരെയാണ് NIA അറസ്റ്റ് ചെയ്തത്. ഇയാൾ ഈ തടവുകാർക്ക് വേണ്ടി ഡോക്ടർ നാഗരാജ് ജയിലിലേക്ക് മൊബൈൽ ഫോണുകൾ എത്തിച്ചു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തടിയൻ ഡവിഡ നസീറിനും ഇത്തരത്തിൽ നാഗരാജ് സഹായം ചെയ്തിരുന്നതായി NIA പറയുന്നു. ASI ചാൻ പാഷ നസീറിനെ കോടതികളിൽ എത്തിക്കുന്നതിൻ്റെ വിവരങ്ങൾ ചില തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ലീക്ക് ചെയ്ത് നൽകി എന്നാണ് പറയുന്നത്. മാത്രമല്ല, തടിയൻ ഡവിഡ നസീറിനായി ജയിലിൽ പണം എത്തിച്ചു നൽകി എന്നതാണ് അനീസ ഫാത്തിമയ്ക്ക് എതിരായ കേസ്. കർണാടകയിലെ 2 ജില്ലകളിലായി നടന്ന തെരച്ചിലിനും അന്വേഷണത്തിനും ഒടുവിലാണ് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയത്. 3 പ്രതികളുടെയും വീടുകളിൽ NIA നടത്തിയ പരിശോധനയിൽ വിശദമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം ഓർക്കേണ്ടത്, ചില്ലറ സഹായമല്ല ചെയ്തത്. ഫോൺ കൊടുത്തു, പണം കൊടുത്തു, വിവരങ്ങൾ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് നൽകി തുടങ്ങിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിനപ്പുറമുള്ള കാര്യം മനസ്സിലാക്കേണ്ടത്, ആ ജയിലിൽ തന്നെയുള്ള തടവുകാരെ ഈ മതഭീകരവാദ ശൃംഖലയിലേക്ക് എത്തിക്കുന്നതിന് തടിയൻ ഡവിഡ നസീറിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു എന്നുള്ളത് കൂടിയാണ് പുറത്തു വരുന്നത്. ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. എന്തായാലും NIA ശരിക്ക് ഇടപെട്ടിട്ടുണ്ട്. ശ്രീകാന്ത്, കർണാടക സർക്കാർ കൂടി അറിഞ്ഞുകൊണ്ടാണോ തീവ്രവാദികളെ ഈ രീതിയിൽ സഹായിക്കുന്നത്? ഈ മദനിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി, ഈ ബംഗളൂരു സ്ഫോടന കേസിൽ ജയിലിൽ കിടന്ന മദനിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി സുപ്രീം കോടതിയിൽ അനുകൂലമായ സത്യവാങ്മൂലമടക്കം കൊടുത്ത ആളുകളാണ് കോൺഗ്രസിൻ്റെ ആളുകൾ. അവരാണ് അവിടെ ഭരിക്കുന്നത്. സ്വാഭാവികമായും അവരറിയാതെ ഇത്തരം കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെ സഹായിച്ചു എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഒരു നാഗരാജ് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ മൊബൈലുമായി കയറിപ്പോകില്ല. ഈ അനീസ കെട്ടുകണക്കിന് പണവുമായി ജയിലിലേക്ക് കയറിപ്പോകില്ല. ഈ ചാൻ പാഷ എന്തായാലും സ്വന്തം നിലയിൽ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വിവരം ചോർത്തി നൽകില്ല. ഒരു ASI ആണ് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഇത്തരത്തിൽ വിവരം ചോർത്തി നൽകുന്നത്. ഈ തടിയൻ ഡവിഡ നസീർ ബഹുകേമനാണ്. അതായത് ഇതിൻ്റെ ലഷ്കറിൻ്റെയും അതോടൊപ്പം ഇന്ത്യൻ മുജാഹിദീൻ ദക്ഷിണേന്ത്യൻ കമാൻഡർ കൂടിയാണ് ഈ തടിയൻ ഡവിഡ നസീർ എന്ന് പറയുന്നത്. അയാളുടെ കാര്യങ്ങളാണ് ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഒരു ASI ചാൻ പാഷ എടുത്തു നൽകുകയുണ്ടായത്, അയാളുടെ മൂവ്മെൻ്റ് എടുത്തു നൽകുകയുണ്ടായത്. അതുമാത്രമല്ല, പുറത്തെന്താണോ ചെയ്തിരുന്നത് അതാണ് തടിയൻ ഡവിഡ നസീർ അകത്തും ചെയ്തത്. പല തടവുകാരെയും മതഭീകരവാദ ശക്തികളുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അയാൾ എല്ലാവരുമായും ഇടപഴകിയിരുന്നു എന്നാണ് കണ്ടെത്തിയത്. ഇതൊന്നും അതിനുള്ളിൽ സ്വാതന്ത്ര്യം കിട്ടാതെ ചെയ്യാൻ കഴിയില്ല. ഇനി ഈ 3 പേരിൽ ഒതുങ്ങില്ല അറസ്റ്റ് എന്നുള്ള കാര്യം ഉറപ്പാണ്. പിടികൂടിയത് NIA ആണ്. അവിടുത്തെ പോലീസല്ല, അവിടുത്തെ സിദ്ധരാമയ്യയുടെയോ DK ശിവകുമാറിൻ്റെയോ പോലീസല്ല പിടിച്ചത്, NIA ആണ്, കേന്ദ്രസേനയാണ്. ബാക്കിയുള്ളവർ കൂടി കുപ്പായം തയ്പ്പിച്ചിരിക്കാം, ജയിലിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കാം. ബംഗളൂരു പരപ്പന അഗ്രഹാര ജയിലിൽ തീവ്രവാദ കേസിൽ തടവിൽ കഴിയുന്ന കുപ്രസിദ്ധ കുറ്റവാളി തടിയൻ ഡവിഡ നസീർ ഉൾപ്പെടെയുള്ള തീവ്രവാദികൾക്ക് അനധികൃതമായി സഹായം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥനെയും ഡോക്ടറെയും ഒരു സ്ത്രീയെയും NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.